അയ്യോ വണക്കം. തിരുവനന്തപുരം മേയറായിട്ടുള്ള വി രാജേഷ് കമ്മിക്കുട്ടന്മാർക്ക് പോലും ഇപ്പോൾ വി രാജേഷിനെ അംഗീകരിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം നടന്ന് ലൂണാറ് തേഞ്ഞാലും ആര്യ രാജേന്ദ്രനോ തങ്ങളുടെ സഖാക്കളോ പോലും നടത്തിക്കൊടുക്കാൻ മടിക്കുന്ന പല കാര്യങ്ങളുമാണ് കമ്മിക്കുട്ടന്മാർക്ക് വേണ്ടി വി രാജേഷ് നടത്തി കൊടുക്കുന്നത് എന്നുള്ളതാണ്. അതായത് പല കാര്യങ്ങളിലും വി രാജേഷ് ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡാണെന്നും വളരെ ദീർഘവീക്ഷണമുള്ളൊരു മേയറാണെന്നും ഇപ്പോൾ കമ്മിക്കുട്ടന്മാർക്ക് പോലും അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു. നമ്മുടെ ഈ ചാനൽ ചർച്ചയിലൊക്കെ വരുന്ന ഒരു കമ്മികൾക്ക് വേണ്ടി വന്നുകൊണ്ടിരുന്ന ഇടയ്ക്കിടയ്ക്ക് രാഷ്ട്രീയമൊക്കെ മാറ്റി പറയും നമ്മുടെ AH ഹഫീസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ചതുർത്ഥിയാണ്. നരേന്ദ്രമോദിയെ ഇഷ്ടമല്ല എന്നുള്ളത് മാത്രമല്ല BJP എന്ന് പറയുന്ന പാർട്ടിയോട് തീരാത്ത അന്ധമായിട്ടുള്ള വിരോധമാണ് AH ഹഫീസ് എന്ന് പറയുന്ന ആ ഒരു നേതാവിനുള്ളത്. ഈ AH ഹഫീസ് നിരന്തരം സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ഇടുന്ന ഒരാളാണ്. കഴിഞ്ഞ ദിവസം മേയർ വി രാജേഷിനെ കുറിച്ചിട്ട ഒരു പോസ്റ്റാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. സംഖ്യകൾ അത് കൊണ്ടുപിടിച്ച് ഷെയർ ചെയ്യണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നമുക്ക് സമയം കളയുന്നില്ല, ആ പോസ്റ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. എനിക്കെതിരെ വിമർശനങ്ങൾ ഉണ്ടായേക്കാം, അത് പരിധിയും വിട്ടേക്കാം, എങ്കിലും പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് പോകുന്നതാണല്ലോ അതിൻ്റെ ശരി. തിരുവനന്തപുരം മേയർ അഡ്വക്കേറ്റ് വി രാജേഷ് എനിക്കും സുഹൃത്താണ് വ്യക്തിപരമായി. അദ്ദേഹം എൻ്റെ ശത്രുവാണ് രാഷ്ട്രീയപരമായി. അതുകൊണ്ട് തന്നെ ചാനൽ ചർച്ചകളിലും പൊതുവിടങ്ങളിലും ഞങ്ങൾ പരസ്പരം പോരടിച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ്റെ ബസ്സുകൾ നഗരപരിധിയിൽ തന്നെ ഓടണമെന്ന് രാജേഷ് വാശി പിടിച്ചപ്പോൾ അത് ദുർവാശിയാണെന്ന് രേഖാമൂലം പോയി എഴുതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് തുടർച്ചയായി തിരുവനന്തപുരം നഗരസഭയിൽ കയറേണ്ടി വന്നു. രോഗിയായ സുഹൃത്തിൻ്റെ സുഹൃത്ത് ആവശ്യപ്പെടുന്ന ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയായിരുന്നു. ആ ഫയൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെത്തിയപ്പോൾ സംസ്ഥാനത്തും തിരുവനന്തപുരം നഗരസഭയിലും ഇടതുപക്ഷത്തിൻ്റെ ഭരണമായിരുന്നു. ഞങ്ങൾക്ക് കൗൺസിലർമാരില്ലാത്തതുകൊണ്ട് പാർട്ടിക്കാരനായ സുഹൃത്തിൻ്റെ സുഹൃത്തിന് വേണ്ടി പ്രത്യേകം പറയാൻ ആരുമില്ലായിരുന്നു. ഇന്ന് തിരുവനന്തപുരം നഗരസഭയ്ക്ക് മുന്നിൽ ഒരു സമരത്തിൽ പങ്കെടുക്കാൻ വന്നപ്പോഴാണ് വീണ്ടും രാജേഷ് എന്നെ കാണുന്നത്. കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ ഫയലിൻ്റെ കാര്യം പറഞ്ഞു. മുമ്പൊരിക്കൽ എടുത്ത് അതേ നിലപാട് തന്നെ അദ്ദേഹം വീണ്ടും എടുത്തു. ഇത് 1 വർഷത്തോളം പഴക്കമുള്ള ഫയലാണ്. അദ്ദേഹം ഇനി ഈ കാര്യത്തിന് വേണ്ടി ഓഫീസിൽ കയറി വരാൻ ഇടയാക്കാതെ പരിഹരിക്കണം നിർദ്ദേശം നൽകിയത് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന കൗടിയാർ വാർഡിൽ നമ്മളൊക്കെ ചേർന്ന് തോൽപ്പിച്ച മധുസൂദനൻ നായർ എന്ന വ്യക്തിയോടാണ് മേയർ ഇതിന് നിർദ്ദേശം നൽകിയത്. എന്നെക്കാൾ മിനിമം 10-12 വയസ്സ് കൂടുതൽ വരും മധുച്ചേട്ടന്. അദ്ദേഹം പക്ഷേ എന്നെ വിളിക്കുന്നത് ഹഫീസിക്ക എന്ന് തന്നെയാണ്. പെട്ടെന്ന് തന്നെ അദ്ദേഹം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് സംസാരിച്ചു. മേയറുടെ ഔദ്യോഗിക പേഴ്സണൽ അസിസ്റ്റന്റ് പുറത്തു വന്നു. ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഫയൽ മിനിറ്റ് കൊണ്ട് ഉത്തരവായി. എങ്ങനെ ഇരിക്കുന്നു? ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടന്ന ഫയലാണ്. 1 വർഷമായിട്ട് കമ്മിക്കുട്ടന്മാർ ഭരിക്കുന്ന ഈ നഗരസഭയിൽ കയറി ഇറങ്ങി നിരങ്ങി മെഴുകിയിട്ടും കിട്ടാത്ത കാര്യമാണ്. ഒരു സമരത്തിൻ്റെ ഇടയിൽ മേയറെ കണ്ടപ്പോൾ അളിയാ എന്ന് പറഞ്ഞപ്പം എന്തളിയാ ഇവിടെ ഒരു ഫയൽ ഇവിടെ കിടക്കുന്നില്ല എന്ന് പറഞ്ഞ ആ സാഹചര്യത്തിൽ മേയർ പറഞ്ഞു ഏത് ഫയല്? മറ്റേ ഫയൽ ഇവിടെ കിടക്കുന്നില്ലേ? ഉടനെ തന്നെ മേയർ ഫോണെടുത്ത് വിളിച്ചു. ഉടനെ തന്നെ മേയറുടെ പ്രൈവറ്റ് സെക്രട്ടറി പുറത്തിറങ്ങി വരുന്നു. ആ ഫയലും കൊണ്ടുവരുന്നു. ഇതാണ് ആ ഫയൽ, എന്നാ തീർന്നു എന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ നടത്തി കൊടുത്തു എന്നുള്ളതാണ് ഇവിടെ ഹഫീസ് പറയുന്ന കാര്യമെന്ന് പറയുന്നത്. തിരുവനന്തപുരം നഗരസഭയുടെ സെക്രട്ടേറിയറ്റ് എടുത്ത നിർണായകമായിട്ടുള്ള നിലപാടുകൾ അതിന് സഹായകമായി. ആർജവമുള്ള നിലപാടായിരുന്നു സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പറയാതിരിക്കാനാവില്ല. ഫയൽ തൻ്റെ മുമ്പിൽ എത്തിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഉത്തരവ് നൽകി സെക്രട്ടറി ഉത്തരവിൻ്റെ പ്രൊസീഡിങ്സ് അറിയിച്ചു. എങ്ങനെ ഈ ഫയൽ ചുവപ്പ് നാടയിൽ കുടുങ്ങിയെന്നറിയാവുന്ന ഉദ്യോഗസ്ഥരും രംഗത്ത് വന്നു. എൻ്റെ സുഹൃത്തിൻ്റെ ഫയലാണ്. സുഹൃത്ത് പറഞ്ഞു മാത്രമാണ് കാര്യങ്ങൾ അറിയാവുന്നത്. എങ്കിലും മുമ്പ് ഞാൻ ഈ കാര്യത്തിന് വേണ്ടി വരുമ്പോൾ ഇവിടെ നമ്മുടെ ഒരു ഭരണ സംവിധാനം ഉണ്ടായിരുന്നു. സൗജന്യമായ ഒരു ചിരി തന്നിട്ടുണ്ട്. ഔദാര്യമായി കിട്ടിയ ചിരി നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ നഗരസഭയിൽ വരുന്നവരെ ചേർത്ത് നിർത്തുന്നത് കാണുമ്പോൾ അതിന് പിന്നിൽ എന്ത് ആണെങ്കിലും വരുന്നവർക്കൊരു സുഖമുണ്ട്. എല്ലാം ചെയ്തു കൊടുത്തിട്ടും ചിരിച്ചു കാണിച്ചില്ല എന്ന് പറഞ്ഞ ഒരു സർക്കാരിനെ താഴെ കളഞ്ഞ സംസ്ഥാനമാണ് നമ്മുടേത്. അതിനെ സാധാരണക്കാർ വിളിക്കുന്നത് ധാർഷ്ട്യം എന്ന് തന്നെയാണ്. ഇനിയെങ്കിലും ശേഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ ധാർഷ്ട്യം ഉപേക്ഷിക്കണം. ചിരിക്കേണ്ടിടത്ത് നമ്മളത് ആത്മാർത്ഥമായി ചിരിക്കണം. പക്ഷേ ചിരി മാത്രമേ നടക്കുന്നുള്ളൂ എന്നാണ് പോസ്റ്റിന് മുമ്പ് പറഞ്ഞത്. എന്തായാലും ആ ചിരി ഔദാര്യമാണെന്ന് കൊടുക്കുന്നവർക്കും തോന്നരുത്, കിട്ടുന്നവർക്കും തോന്നരുത്. അപേക്ഷയാണ്. രാജേഷിൻ്റെ നന്മ വിളിച്ചു പറഞ്ഞതിന് എനിക്ക് പട്ടം മാറ്റി ചാർത്താൻ നിൽക്കരുത്. പറ്റുമെങ്കിൽ ജനങ്ങളോടുള്ള ഇടപെടൽ നമ്മളിൽ ചിലരെങ്കിലും എല്ലാവരും അല്ല കണ്ടുപഠിക്കണം. 5.5 ലക്ഷം വീട് നിർമ്മിച്ചു കൊടുത്തിട്ട് 65 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്ന 40 ലക്ഷം പേർക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ തുടക്കമിട്ട് നല്ല റോഡും നല്ല സ്കൂളും നല്ല പാലങ്ങളും നല്ല ആശുപത്രികളും നൽകിയിട്ടും ചില വാക്കുകളാണ്, മുഖഭാവമാണ്, പെരുമാറ്റമാണ് നമ്മുടെ പലരെയും പലയിടത്തു നിന്നും
നിന്നും മാറ്റി നിർത്തിയത്. അർഹതയുള്ള വ്യക്തി കസേര മാറി ഡെപ്യൂട്ടി സ്പീക്കറുടെയും അപ്പുറത്തേക്ക് ഇരുന്നെങ്കിൽ ഇവിടെ ചില ചിരികളുടെ കുറവുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലെ സംശുദ്ധത, മുഖത്തെ ഗൗരവത്തിൽ ജനങ്ങൾ കാണാതെ പോയിട്ടുണ്ട്. രാജേഷിൻ്റെ രാഷ്ട്രീയത്തിലെ സംശുദ്ധത ഞാനല്ല പറയേണ്ടത്, അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ്. പക്ഷേ എല്ലാ അർത്ഥത്തിലും ജനിക്കാൻ മറക്കാൻ കഴിയാത്ത ഇന്നലെകളെപ്പോലെ ഇരിക്കുന്ന നാളെകളിലും രാജേഷിനെ എതിർക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനെന്നറിയാമായിരുന്നു. എന്നിട്ടും ചേർത്തു നിർത്തിയ മനസ്സ്, പ്രവൃത്തി, അത് സമൂഹത്തോട് പറയണം. നാളെ കേരളം സംഘികൾ ഭരിച്ചാൽ ഇത്തരം നേതാക്കൾ അവർക്കിടയിൽ ഉള്ളതുകൊണ്ടാണെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകണം. നമ്മുടെ നേതാക്കളും ചിരിക്കട്ടെ, ചേർത്ത് നിർത്തട്ടെ. മരിച്ചു പോകുന്ന മനുഷ്യരല്ലേ നമ്മളെല്ലാം. എന്തിനാണ് ഈ ഗൗരവം? എൻ്റെ സുഹൃത്തിൻ്റെ പ്രശ്നം പരിഹരിച്ചത് കൊണ്ടല്ല. ഒരു ഭരണാധികാരി എങ്ങനെയാണ് ഇടപെടുന്നത് എന്ന് കാണിച്ചു തന്നപ്പോൾ അത് ഇനിയെങ്കിലും കടന്നു വരുന്നവർ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ആദരണീയനായ ശിവൻകുട്ടി സഖാവ് പോലും ചിലരെക്കുറിച്ച് പറഞ്ഞു, ഒപ്പം തുറന്ന വാഹനത്തിൽ കയറിയത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ. അത് അവരുടെ പൊളിറ്റിക്സ് ആണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നതിനേക്കാൾ നല്ലത് കുട്ടിയല്ലേ, തിരുത്താനുള്ളത് തിരുത്തി മുന്നോട്ട് വരട്ടെ എന്ന പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. കാരണം കുട്ടിക്കാലത്ത് തന്നെ ഒരു അഡ്മിനിസ്ട്രേഷൻ പവർ കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം കൂടുതൽ സൗഹൃദപരമായി ഇടപെട്ടാൽ കൂടുതൽ ഉന്നതങ്ങളിലേക്ക് ചെല്ലുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. 25 വയസ്സിൽ ഞാൻ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ആ പ്രായമുള്ള ഒരു മോൾ അല്ലെങ്കിൽ മോൻ എനിക്ക് ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് തന്നെ മക്കളോട് പറയുന്നത് പോലെ പറഞ്ഞു കൊടുക്കണമെന്ന് തോന്നിയ പല അവസരങ്ങളുമുണ്ട്. പക്ഷേ അവരൊക്കെ നമ്മളെക്കാൾ മുകളിലായി പോയതുകൊണ്ട് അവരോടൊന്നും പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് ആര്യ രാജേന്ദ്രനുള്ള കൊട്ടാണ്. ഇനി ഇതൊക്കെ മറക്കാത്തവർ, അറിയാത്തവർ ഒക്കെ വേറെയുമുണ്ട്. അവരും കൂടി കണ്ടുപഠിക്കട്ടെ. കൊടിവെച്ച് കാറിൽ പോകുന്നവർ ഒരു ബന്ധമില്ലെങ്കിലും ഒന്ന് ചേർത്ത് നിർത്തും, ചിരിക്കും, കൈ കൊടുക്കും, വർത്തമാനം പറയും. ഇതൊക്കെ സാധാരണക്കാരന് പ്രിയപ്പെട്ട കാര്യങ്ങളാണ്. അത് നിഷേധിക്കരുത്. നമ്മളാരും ചക്രവർത്തിമാരും രാജാക്കന്മാരുമല്ല. KM മാണി സാറിൻ്റെ ഏറ്റവും വലിയ വിജയം എല്ലാവരോടും തുറന്ന് ചിരിച്ച് ഇടപെടുന്നത് തന്നെയായിരുന്നു. ജോസ് കെ മാണി സാർ ആ പാത സ്വീകരിക്കാൻ തുടങ്ങിയതുകൊണ്ടാണ് ചുറ്റുമുള്ള നിയോജക മണ്ഡലങ്ങളെല്ലാം 50,000-വും 40,000-വും അടുത്തുള്ള ഭൂരിപക്ഷങ്ങളിൽ ജയിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരായ ഭൂരിപക്ഷം 2,000-ആയി ചുരുങ്ങിയത്. ഓരോ ഭരണാധികാരിയും രാഷ്ട്രീയ നേതാവും കൊടിവെച്ച കാറും അകമ്പടി വാഹനങ്ങളും കാണുമ്പോൾ അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരെ മറന്നാൽ എന്തായിരിക്കും അവസ്ഥ? പണ്ട് സഖാവ് നായനാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ സമയത്ത് ടൂറിസം വകുപ്പ് പുറത്തിറക്കിയ ഒരു പരസ്യവാക്യമുണ്ട്, സ്വാഗതത്തിൻ്റെ സുസ്മിതം. വിദേശിയെ കാണുമ്പോൾ ഒരു പരിചയവുമില്ലെങ്കിലും നമ്മൾ അവരെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചാൽ അത് തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്ലസ് പോയിന്റ് എന്നായിരുന്നു സഖാവ് നായനാരുടെ വിലയിരുത്തൽ. അങ്ങനെയാണ് കേരളം ആ കാലത്ത് ഗോഡ്സ് ഓൺ കൺട്രി എന്ന പേരിലേക്ക് മാറിയത്. വിദേശിയെ മാത്രമല്ല എല്ലാവരെയും ചിരിച്ചു കാണിക്കാം. ചിരിച്ചില്ലെങ്കിലും വേണ്ട ഗൗരവം വേണ്ട. പ്രിയ രാജേഷിന് നന്ദി പറയുമ്പോഴും ഒരു കാര്യമുണ്ട്, രാഷ്ട്രീയമായി ഞാൻ നിങ്ങളുടെ എതിർചേരിയിൽ തന്നെയാണ്. ഞാൻ നിൽക്കുന്ന വാർഡിലാണ് മത്സരിക്കുന്നതെങ്കിൽ എൻ്റെ വോട്ട് നിങ്ങൾക്ക് തരില്ല. എങ്ങനെ ഇരിക്കുന്നു? അത് എൻ്റെ നിലപാടാണ്. പക്ഷേ രാഷ്ട്രീയം നിലപാടില്ലാത്ത സാധാരണക്കാർ അങ്ങനെ ആയിരിക്കില്ല എന്ന് എൻ്റെ പ്രിയ സഹോദരങ്ങളും സഹപ്രവർത്തകരും മനസ്സിലാക്കണം. അതായത് പുള്ളി പറയുന്നത്, രാജേഷ് എനിക്കിതൊക്കെ ചെയ്തു തന്നു, പക്ഷേ രാജേഷിന് ഞാൻ വോട്ട് കൊടുക്കില്ല. അതായത് നല്ലൊരാൾ വന്നു, പക്ഷേ ഇവനെ തോപ്പിക്കണം, ഞാൻ വോട്ട് കൊടുക്കില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഏറ്റവും കൂതറകളായിട്ടുള്ള എൻ്റെ പാർട്ടി അല്ലെങ്കിൽ എൻ്റെ മുന്നണി LDFിലുള്ള പ്രവർത്തകരോട് ഞാൻ പറയുകയാണ്, ഇങ്ങനൊരു നേതാവ് ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. ഇതൊക്കെയാണ് അയാളുടെ പ്രവർത്തന ശൈലി. നേരിടാമെങ്കിൽ നേരിട്ടു. അതായത് പാർട്ടി പ്രവർത്തകർക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, എങ്ങനെയെങ്കിലുമൊക്കെ തകർത്തു വാരണം എന്ന് പാർട്ടി പ്രവർത്തകർക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ VV രാജേഷ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്, VV രാജേഷ് ചിലപ്പോൾ മനസ്സറിഞ്ഞ് ചെയ്തു കൊടുക്കുന്നതായിരിക്കും. പക്ഷേ VV രാജേഷിന് അതുകൊണ്ട് വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ മേയർ എന്ന രീതിയിലോ ഒരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ആ പഠിക്കേണ്ട സ്ഥലത്ത് യുവന്മാർ ആ പഠിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് പോകും എന്ന് രാജേഷ് മനസ്സിലാക്കണം. അതായത് ഒരാൾക്ക് ഒരു വളരെ നല്ലൊരു കാര്യം ചെയ്തു കൊടുക്കും. ഞാൻ ഒരാളുടെ ജീവൻ രക്ഷിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളുടെ ജീവൻ രക്ഷിക്കാനുള്ള ആ പ്രവർത്തനത്തിൽ ഞാൻ ഒരു നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇയാൾ പറയുകയാണ്, കൊള്ളാം, നല്ല ഭരണം, പക്ഷേ എൻ്റെ വോട്ട് നിനക്കില്ല, നിനക്കെൻ്റെ വോട്ട് തരില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ രാഷ്ട്രീയമാണ്. അപ്പോൾ ആ രാഷ്ട്രീയത്തിലുള്ള ആൾക്കാർ അവന്മാരൊക്കെ കാവിറക്കികൾ. എത്ര നാൾ നടഞ്ഞ ഞാൻ ഇവിടെ നടന്നിറങ്ങി ചെരുപ്പ് തേഞ്ഞ ഈ സമയത്ത് യുവന്മാർ എന്ത് ചെയ്തിട്ടില്ല, ഇത് നടത്തി തന്നില്ല. അപ്പോൾ ഞാനോ, നിങ്ങൾ ഒറ്റ മിനിറ്റിൽ ഒന്ന് കണ്ട് ചിരിച്ചതേ ഉള്ളൂ, അപ്പോൾ തന്നെ നടത്തി തന്നു. അപ്പോൾ വോട്ട് നിങ്ങൾക്കില്ല, അതാ കാവിറക്കിയൊക്കെ കൊടുക്കൂ എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. എങ്ങനെ ഇരിക്കണം? എന്തായാലും VV രാജേഷിനെ കമ്മികൾക്ക് പോലും അംഗീകരിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു. അപ്പോൾ ശരി.